നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് അവരുടെ മക്കളെല്ലാവരും ചേർന്ന് അവരെ വീണ്ടും വിവാഹം കഴിപ്പിച്ച ഒരു സംഭവത്തെപ്പറ്റി. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഒരു ആളെന്നെ കോണ്ടാക്ട് ചെയ്തത്. ആ ഒരു ലേഡി ഗൾഫിലാണ്. അവർ വർഷങ്ങളായിട്ട് പ്രവാസിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരു ഭർത്താവായിരുന്നു അവർക്ക് കിട്ടിയത്. വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. അപ്പോൾ ഇവർക്കങ്ങനെ 2 ആണോ 3 ആണോ മക്കളാണോ ഉള്ളത്. അപ്പം ഇവർ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് വളരെ പ്രശ്നക്കാരനാണ്. ഭർത്താവ് എന്നും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇവർ ഫോഴ്സ്ഫുള്ളി ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് ഇവർ അങ്ങ് ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ ഈ മക്കളെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം അവരെ ജോലിക്ക് കയറ്റാൻ ശ്രമിച്ചതും എല്ലാം ഈ സ്ത്രീയുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. അതും ഗൾഫിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചെറിയ ജോലികൾ ചെയ്ത് ആദ്യം നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയതും വലുതാക്കിയതും എല്ലാം. അങ്ങനെ ഓരോരുത്തരായിട്ട് കല്യാണം കഴിപ്പിച്ചു. ഈ കല്യാണം കഴിപ്പിക്കുന്നു അത്യാവശ്യം ന്യായമായ ഒരു 10 ലക്ഷം രൂപയൊക്കെ സ്ത്രീധനമൊക്കെ കൊടുത്ത് 10 ലക്ഷം രൂപ ചിലവിലൊക്കെയാണ് ഈ കല്യാണം കഴിപ്പിക്കുന്നത്. ഇതൊക്കെ ഈ സ്ത്രീ തന്നെ ഉണ്ടാക്കിയ കാശാണ്. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോരുത്തരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഓരോരുത്തരുടെ ജോലിയൊക്കെ ആയി. മക്കളെല്ലാം സെറ്റിലായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആരും ഇല്ലാതായിപ്പോയി. അമ്മ വീട്ടിൽ തനിച്ചാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് വിളിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. അമ്മ വീണ്ടും ഗൾഫിലേക്ക് ജോലിക്ക് വരുന്നു. ഇപ്പോൾ ഈ സ്ത്രീ ജോലിക്ക് വന്നെങ്കിലും അവർ പറയുന്ന ചിലപ്പോൾ മക്കൾ വിളിക്കും. ശരിയാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസിനെ വിളിക്കും. ഞാൻ ചിലപ്പോൾ രാവിലെ ഒരു 5 മിനിറ്റ് സംസാരിക്കുമായിരിക്കും. ചിലപ്പം വൈകിട്ട് ഒരു ദിവസം ചിലപ്പോൾ വിളിക്കുമായിരിക്കും. ചില ദിവസങ്ങൾ വൈകിട്ട് വിളിക്കത്തില്ല. ഞാൻ വൈകിട്ട് വിളിക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാദറോ മദറോ വിളിച്ചു ചോദിക്കും, നീ എന്താ വിളിക്കാഞ്ഞേ, എന്നാ പറ്റി? അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എവിടെ എന്താ പറ്റാനാ, ഒന്നുമില്ലല്ലോ നിന്നിരിക്കും. അങ്ങനല്ല. വീട്ടിലും നാട്ടിലും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കുന്ന അപ്പനും അമ്മയെ സംബന്ധിച്ചോളം ഒരു പക്ഷേ അവർക്ക് വിളിക്കാനായിട്ട് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല. ചില ആൾക്കാർക്ക് വിളിക്കാനായിട്ട് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ വിളിക്കുന്ന ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ആയിരിക്കും അവരെ സംബന്ധിച്ചോളം അവർക്കൊരു സന്തോഷം കിട്ടുന്നു. അപ്പം അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പം തൻ്റെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ വേണമെന്ന് അവർക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ ഇത് മക്കളോട് പറഞ്ഞാൽ മക്കൾ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഇവർ മക്കളോട് പറയാതെ തന്നെ ഇവരൊരു പരസ്യം കൊടുക്കുകയും ആ പരസ്യത്തിൽ കൂടി വന്ന ഒരു വ്യക്തിയെ ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹം കഴിച്ചതും ഈ മക്കൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി. വീട്ടിൽ കയറാൻ പാടില്ല എന്നായി. ഈ അമ്മ മേടിച്ച ഒരു വസ്തുവുണ്ട്, വീട് വെച്ചേക്കുന്നു, അതുപോലും മക്കൾ അമ്മയും കൊണ്ട് ഫോഴ്സ്ഫുള്ളി തിരിച്ച് മക്കളുടെ പേരിൽ എഴുതിച്ച് മേടിച്ചു. 3 മക്കൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന്. കാരണം അമ്മ അപ്പനിൽ നിന്ന് കിട്ടിയ മോശപ്പെട്ട അനുഭവം മൊത്തം മക്കൾക്ക് അറിയാവുന്നതാണ്. അടി ഇടി എല്ലാം അപ്പനും കൊടുത്തിട്ടുണ്ടെന്നുള്ളതും അമ്മ വളരെ കഷ്ടപ്പാടിൽ കൂടിയാണ് ഇവരെ വളർത്തിയെന്നും എല്ലാം ഇവർക്കറിയാം. പക്ഷേ അമ്മ വേറെ വിവാഹം കഴിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അമ്മയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് എന്നോട് വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അമ്മയോട് നിൽക്കാനോ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനോ താല്പര്യമില്ല. പക്ഷേ അമ്മ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. ആ വീട്ടിൽ കഴിയുക, ഇല്ലെങ്കിൽ ഗൾഫിൽ ജോലിക്ക് പോയിക്കുക എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ്. പക്ഷേ ആ സ്ത്രീ ഉറച്ചു തന്നെ നിന്നു. അവർ വേറെ വിവാഹം കഴിച്ചു. മക്കൾ പറഞ്ഞ എല്ലാ പേപ്പറിലും എന്നോട് പറഞ്ഞു, സാറേ ഞാൻ എല്ലാ പേപ്പറിലും അവർക്ക് ഒപ്പിട്ട് കൊടുത്തെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇപ്പം 1 രൂപ പോലും എടുക്കാനില്ല. ഞാൻ ഇനിയും ഇപ്പം തന്നെ എനിക്ക് 55-60 വയസ്സോളം അടുപ്പിച്ചു ആകുന്ന ആ സ്ത്രീക്ക്. ഇനി അവർ ഒന്നേന്ന് തുടങ്ങണം, എല്ലാം സമ്പാദിക്കണം. 2ാമത് വിവാഹം കഴിച്ച മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു സ്വത്തും വേണ്ട, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേരെ, ഇന്നല്ല നാളെ പിള്ളേരുടെ സ്വത്തല്ലേ, പിള്ളേർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ മൊത്തം പണവും അവർക്ക് കൊടുത്തു. അവർ സ്വസ്ഥമായിട്ട് ഇങ്ങനെ പോകുന്നു.